സാധാരണ ദേവതകളെ ആരാധിക്കുന്നതിൽ നിന്നും വ്യത്യസ്തമായിട്ടാണ് ശിവന്റെ ആരാധന ശാസ്ത്രങ്ങളിൽ പറയുന്നത്. മറ്റ് ദേവതകളിൽ നിന്നും വ്യത്യസ്തമായി ഇങ്ങനെ ഒരു ലിംഗരൂപത്തിൽ ആരാധിക്കാൻ. അതിനതാ ഒരു ചരിത്രം ആരംഭിക്കുകയാണ്. അന്ന് ഭഗവാൻ ആദ്യമായി ജ്യോതിർലിംഗമായിട്ട് പ്രപഞ്ചത്തിൽ അവതാരം ചെയ്ത ദിവസമാണ് ധനുമാസത്തിലെ തിരുവാതിര നക്ഷത്രം. അതുകൊണ്ടാണ് ഭഗവാന്റെ നാളായിട്ട് എന്ത് കൂട്ടുന്നത്? തിരുവാതിര നക്ഷത്രമായിട്ട്. തിരുവനന്തപുരം ജില്ലയിലെ ശ്രീകാര്യത്ത് സ്ഥിതി ചെയ്യുന്ന പുണ്യപുരാതന ക്ഷേത്രമാണ് ഇളംകുളം ശ്രീ മഹാദേവ ക്ഷേത്രം. ഇളംകുളം ശ്രീ മഹാദേവ ക്ഷേത്രത്തിലെ 11ാമത് ശ്രീ മഹാരുദ്രയജ്ഞവും ശ്രീ മഹാശിവ പുരാണ യജ്ഞവും 2025 ഓഗസ്റ്റ് 4 തിങ്കളാഴ്ച മുതൽ ഓഗസ്റ്റ് 15 വെള്ളിയാഴ്ച വരെ നടക്കുന്നു. ഓഗസ്റ്റ് 4 തിങ്കളാഴ്ച മഹാരുദ്രസഭ ആദരണീയനായ കേരള ഗവർണർ ശ്രീ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ ഉദ്ഘാടനം ചെയ്തു. അതിൻ്റെ ദൃശ്യമാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. All other dignitaries here, Sahodaranmare, Namaskaram. Gives us all the inspiration, all the dedication that is required for the cultivating the society and the people. Bhagwan Shiva Shankar, or for that matter anybody, any other Bhagwan, deity, we are the believers now in this parampara, automatically that onus, that responsibility comes on us. We have to stand very purposefully, we have to stand there very stubbornly and tell everybody we are here to protect. And if we are not protecting today, tomorrow there will not anybody to protect it. So it is they who have always blessed us. I also ask for blessing from you. Nandi. ആടിമാസമായ അടങ്ങിയിരിക്കാൻ പറ്റുമോ? അതും അറീന ഗോൾഡ് സൂപ്പ് നമ്മുടെ മംഗലപുരത്തുള്ളപ്പോ. ആടി സെയിൽ സ്പെഷ്യൽ ഓഫറായി അറീനയിൽ പണിക്കൂലിയിൽ 50% ഡിസ്കൗണ്ട്. എന്ന വിലയിൽ മാത്രം കുറവ് പ്രതീക്ഷിച്ചാൽ മതി കേട്ടോ. ഡിസൈൻസിലും കളക്ഷനിലും ഇവിടെ യാതൊരു കുറവുമില്ല. ആന്റിക്, ടർക്കിഷ്, നഗാസ്, കേരള, ചെട്ടിനാട് മുതൽ ലേറ്റസ്റ്റ് ട്രെൻഡി ഓർണമെന്റ്സിന്റെ വെറൈറ്റി കളക്ഷൻസ് വരെ അറീനയിൽ ലഭ്യമാണ്. ഒപ്പം നിങ്ങളുടെ പഴയ സ്വർണം എക്സ്ചേഞ്ച് ചെയ്ത് വിലയിൽ ഒട്ടും കുറവ് വരാതെ 916 HUID പുതിയ സ്വർണവും സ്വന്തമാക്കാം. കൂടാതെ പർച്ചേസ് ചെയ്യുന്ന എല്ലാ കസ്റ്റമേഴ്സിനും ലഭിക്കുന്നു ആകർഷകമായ മറ്റനേകം സമ്മാനങ്ങളും. ആഘോഷിക്കൂ ഈ ആടി സെയിൽ അറീനയ്ക്കൊപ്പം. അറീന ഗോൾഡ് സൂക്ക് നിയർ KCB ഓഫീസ്, മംഗലപുരം. പുളിമൂട്ടിൽ വാച്ചസ് കഴിഞ്ഞ 22 വർഷമായി കേദാരം ഷോപ്പിംഗ് കോംപ്ലക്സിൽ പ്രവർത്തിച്ചു വരുന്ന പുളിമൂട്ടിൽ വാച്ചസിൽ പ്രമുഖ കമ്പനികളായ ടൈറ്റാൻ, ടൈമെക്സ്, ഫാസ്റ്റ് ട്രാക്ക്, ഫോസിൽ, കാസിയോ, സിറ്റിസൺ, സ്കാഗൻ, സൊനാറ്റ, Q&Q, ലോഗസ് വാച്ചുകളുടെ അതിവിപുലമായ ശേഖരം, ഉത്തരവാദിത്തപൂർണമായ സേവനം. സീക്കോ, ടൈറ്റാൻ, കാസിയോ, അജന്ത, സേജ് എന്നീ ബ്രാൻഡുകളുടെ ക്ലോക്ക്, ടൈം പീസ്, ടെലിഫോൺ, കാൽക്കുലേറ്റർ എന്നിവയും ഞങ്ങളുടെ പക്കലുണ്ട്.
ലോകോത്തര നിലവാരമുള്ള റാഡോ, ഒമേഗ, ടിസോട്ട്, റോളക്സ്, പോലീസ്, ഫോസിൽ, സിറ്റിസൺ, സീക്കോ തുടങ്ങിയ ബ്രാൻഡുകളുടെ സർവീസിംഗും ഞങ്ങൾ നടത്തുന്നു. പുളിമൂട്ടിൽ വാച്ചസ്, ഷോപ്പ് നമ്പർ 45, കേദാരം കോംപ്ലക്സ്, കേശവദാസപുരം, തിരുവനന്തപുരം. ഫോൺ 0471-244-8231. വാട്സ്ആപ്പ് 9188648231. കൊച്ചിൻ സൂപ്പർ കൂളേഴ്സ്. 35 വർഷത്തെ സേവന മികവുള്ള കൊച്ചിൻ സൂപ്പർ കൂളേഴ്സ് ഇപ്പോൾ കവടിയാർ കുറവൻകോണത്തു നിന്നും മിനി ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റ് പാറോട്ടുകോണം പരുത്തിപ്പാറയിലേക്ക് മാറ്റി സ്ഥാപിച്ചിരിക്കുന്നു. എല്ലാ കാറുകളുടെയും AC സർവീസ്, പാർട്സ്, അസംബ്ലിംഗ് എന്നീ സേവനങ്ങൾ പൂർണ്ണ ഉത്തരവാദിത്വത്തിൽ നൽകുന്നതാണ്. പിക്കപ്പ് ആൻഡ് ഡ്രോപ്പ് ഫെസിലിറ്റി ലഭ്യമാണ്. കൊച്ചിൻ സൂപ്പർ കൂളേഴ്സ്, മിനി ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റ്, പാറോട്ടുകോണം, പരുത്തിപ്പാറ, തിരുവനന്തപുരം. ഫോൺ 9349333315, 8281892221. യാതേഹേർമീഷുഷ്ടമഹസ്തേ ബഭൂവതേ ധനോ തയാസ്മാൻ വിശ്വതസ്വമയക്ഷ്മയാ പരിഭുജാ നമസ്തേ തസ്മായുധായ നാദായ വിഷ്ണവേ ഉഭാഭ്യാമുദതേ നമോ ബാഹുഭ്യാം തവ തന്വേ പരിതേ ധന്വനോ ഹേതിരസ്മാൻ നൃണക്തു വിശ്വേ പൃഥിവ്യാനി സജസമേ. ഏഴ് സംഹിതകളോട് കൂടിയതാണ് ഈ മഹാപുരാണം. 24,000 ശ്ലോകങ്ങളും. അതിലൊന്നാമത്തെ സംഹിതയുടെ പാരായണമാണ് നടക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ഒന്നാമത്തെ സംഹിത വിദ്വേശ്വര സംഹിത എന്ന പേരിലാണ് പ്രസിദ്ധമായിരിക്കുന്നത്. മറ്റു പുരാണങ്ങൾ പോലെ തന്നെ ശിവപുരാണവും ആരംഭിക്കുന്നത് സൂത ശൗനക സംവാദ രൂപത്തിലാണ്. ശുനകപുത്രനായിരിക്കുന്ന ശൗനകൻ അടക്കമുള്ള മഹാഋഷീശ്വരന്മാർ ഒരു സത്രം ആരംഭിക്കുകയാണ്. പക്ഷേ ഇവിടെ സത്രം ആരംഭിക്കുന്നത് സാധാരണ നൈമിഷം എന്ന വനത്തിലാണ് എന്നാണ് വിഷ്ണു പുരാണങ്ങളിലൊക്കെ പറയുന്നത്. ഇവിടെ ഈ കഥ ആരംഭിക്കുന്നത് പ്രയാഗയിലാണ്. ഇപ്പോൾ കുംഭമേളയൊക്കെ കഴിഞ്ഞ് പ്രയാഗയിൽ 3 തീർത്ഥങ്ങൾ ഒരുമിച്ച് സംഗമിക്കുന്ന തീർത്ഥസ്ഥലമാണ്, തീർത്ഥരാജാവാണ്. അങ്ങനെയുള്ള പ്രയാഗയിൽ ഒത്തുകൂടിയിട്ട് ഒരു സത്രം ആരംഭിക്കുക ഇവർ. ആ സത്രം കാണുന്നതിന് വേണ്ടി കാലങ്ങളേറെ കഴിഞ്ഞപ്പോൾ വ്യാസശിഷ്യനായിരിക്കുന്ന സൂത പൗരാണികൻ അവിടേക്ക് ചെല്ലുക. സൂതനെ കണ്ട ഉടനെ തന്നെ ശൗനകാദി മഹർഷിമാരെല്ലാവരും എഴുന്നേറ്റ് വന്ദനം ചെയ്തു. കാരണം എന്തുകൊണ്ടാണ് എന്ന് ചോദിച്ചാൽ സർവശാസ്ത്ര വിശാരദനാണ്. ധർമ്മശാസ്ത്രവും ഇതിഹാസങ്ങളും പുരാണങ്ങളും ഒക്കെ നന്നായിട്ട് പഠിച്ചിട്ടുള്ളവനാണ്. സകല വേദവേദാന്തങ്ങളും മുളച്ച വിത്തായിരിക്കുന്ന വേദവ്യാസ ഭഗവാന്റെ അടുക്കൽ നിന്നും അധ്യയനം പൂർത്തീകരിച്ചവനാണ്. അതുകൊണ്ട് ആ സൂതനെ കണ്ടുടനെ എഴുന്നേറ്റ് വന്ദനം ചെയ്തു. എന്നിട്ട് സൂതനോട് ചോദിക്കുകയാണ്, സൂത, കലിദോഷം ബാധിക്കാതിരിക്കാൻ ഞങ്ങൾ എന്താ ചെയ്യേണ്ടതായിട്ടുള്ളത്? ചെയ്യാൻ അനവധി കർമ്മങ്ങൾ ശാസ്ത്രം പറയുന്നുണ്ട്. പക്ഷെ അവയൊക്കെ ചെയ്താൽ വേഗം സായുജ്യം ലഭിക്കുന്നില്ല. വേഗത്തിൽ ചിത്തം ശുദ്ധമാകാൻ, ആ പരമേശ്വരനിൽ അചഞ്ചലമായ ഭക്തി ഉണ്ടാകാൻ, ആ പരമേശ്വര തത്വത്തെ അറിയാൻ എന്താ ചെയ്യേണ്ടതെന്ന് അങ്ങ് ഉപദേശിക്കുക എന്ന്. ഇത് കേട്ടുടനെ
സൂതൻ ശൗനകാദി മഹർഷിമാർക്ക് ശിവമഹാപുരാണം ഉപദേശം ചെയ്യാൻ തുടങ്ങി. ഇത്രയും പറയുമ്പോൾ വിദ്വേശ്വര സംഹിതയിലെ 1, 2 അധ്യായം പൂർത്തീകരിക്കപ്പെടുക, അത് 2 പാരായണം ചെയ്തു കഴിഞ്ഞു. പിന്നീട് 3-ാമത്തെ അധ്യായത്തിൽ ശിവന്റെ ഉപാസന എപ്രകാരം വേണം ആ ഭഗവാനെ ഉപാസിക്കാൻ എന്ന് പറഞ്ഞു. സാധാരണ ദേവതകളെ ആരാധിക്കുന്നതിൽ നിന്നും വ്യത്യസ്തമായിട്ടാണ് ശിവന്റെ ആരാധന ശാസ്ത്രങ്ങളിൽ പറയുന്നത്. സാധാരണ ദേവതകളുടെയൊക്കെ ആരാധന, ശ്രദ്ധിക്കണേ നിങ്ങൾ, സാധാരണ ദേവതകളുടെയൊക്കെ ആരാധന വേരമായിട്ടാണ്, അതായത് രൂപത്തോടു കൂടിയ ആരാധനയാണ് ശാസ്ത്രങ്ങളിൽ പറഞ്ഞിരിക്കുന്നത്. എന്നാൽ ശിവന്റെ ആരാധന എന്ന് പറയുന്നത് അങ്ങനല്ല കാണപ്പെടുന്നത്. ശിവന്റെ ആരാധന പ്രധാനമായും ലിംഗരൂപത്തിലാണ്. ഇതിൻ്റെ കാരണമാണ് വർണ്ണിക്കുന്നത്. അതൊക്കെ ഇനി തുടർന്ന് അങ്ങോട്ട് പ്രഭാഷണത്തിൽ നമുക്ക് പറയാം. ഇപ്പം ശിവനെ മാത്രമാണ് വേരമായിട്ടും ലിംഗമായിട്ടും എന്ത് ചെയ്തു പോരുന്നത്? ആരാധിച്ച് പോരുന്നത്. ഇപ്പം ഇവിടെ തന്നെ ക്ഷേത്രത്തിലകത്ത് പ്രതിഷ്ഠിതമായിരിക്കുന്നത് ലിംഗരൂപത്തിലും ശിവേലിക്ക് എഴുന്നള്ളിയത് വേരരൂപത്തിലുമാണ്. വേരമെന്ന് പറയുമ്പോൾ രൂപത്തോടു കൂടിയത്, മാനും മഴുവും വരദവും അഭയവും ഒക്കെ ധരിച്ച ശിവചിഹ്നങ്ങളോടുകൂടി ദേവതാഭാവത്തിൽ ഉള്ള നിൽപ്പ്. ലിംഗഭാവം എന്ന് പറഞ്ഞാൽ പരമാത്മഭാവത്തിലുള്ള ഇരിപ്പ്. ഇത് രണ്ടും ആരിലുണ്ട്? ശിവനിലുണ്ട്. അതാണ് ശിവന്റെ ശ്രേഷ്ഠത്വം എന്ന് പറഞ്ഞ് ശിവന്റെ ഉപാസന 3-ാം അധ്യായത്തിൽ വർണ്ണിക്കും. 4-ാമത്തെ അധ്യായത്തിൽ ഈ പുരാണ ശ്രവണത്തിൻ്റെ വർണ്ണനയാണ്. എങ്ങനെയാണ് ഇത് ശ്രവണം ചെയ്യേണ്ടതെന്നും വർണ്ണിച്ചു. ശൗനകാദി മഹർഷിമാർ ചോദിക്കുകയാണ് 6-ാമത്തെ അധ്യായത്തിൽ, എങ്ങനെയാണ് ഭഗവാനെ ജ്യോതിർലിംഗത്തിൽ ആരാധിക്കാൻ കാരണം? ലിംഗരൂപത്തിൽ ശിവനെ ആരാധിക്കാനുള്ള കാരണം എന്താണ്? അതിനെന്തെങ്കിലും ഇതിഹാസമുണ്ടോ? മറ്റ് ദേവതകളിൽ നിന്ന് വ്യത്യസ്തമായി ഇങ്ങനെ ഒരു ലിംഗരൂപത്തിൽ ആരാധിക്കാൻ? അതിനതാ ഒരു ചരിത്രം ആരംഭിക്കുകയാണ് പറയാൻ. ആ ചരിത്രം കാലങ്ങൾക്ക് മുമ്പ് ഒരിക്കൽ ബ്രഹ്മാവിഷ്ണുക്കൾ തമ്മിൽ ഒരു ലഹളയുണ്ടായി. ആരാണ് ശ്രേഷ്ഠൻ എന്നതിനെപ്പറ്റി. ഇപ്പോൾ ചുരുക്കി അങ്ങ് പറഞ്ഞു പോവുകയാണ് ഇപ്പോൾ, കാരണം അധ്യായമാണ് പാരായണം ചെയ്യപ്പെടാൻ പോകുന്നത്. അന്ന് അവർ തമ്മിൽ ആരാണ് ശ്രേഷ്ഠൻ എന്നതിനെക്കുറിച്ച് ചർച്ചയുണ്ടായ സമയത്ത് പരസ്പര കലഹമുണ്ടായി. ബ്രഹ്മാവും വിഷ്ണുവും യുദ്ധത്തിലേക്കും പുറപ്പെട്ടു. അസ്ത്രശസ്ത്രങ്ങളൊക്കെ കൊണ്ട് പരസ്പരം ഘോരമായ യുദ്ധം നടന്നു. ദേവവൃന്ദങ്ങളെല്ലാം ഭയന്നു. കൈലാസപർവ്വതത്തിലേക്ക് പ്രവേശിച്ച് ദേവദേവനായ ജഗത് പിതാവായ ഭഗവാനോട് പറഞ്ഞു ജഗത്തിൻ്റെ ഈ അവസ്ഥ. ഇത് കേട്ടുടനെ ഭഗവാൻ ഈ ബ്രഹ്മാവിഷ്ണുക്കൾക്ക് മധ്യത്തിൽ, യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുന്ന ബ്രഹ്മാവിഷ്ണുക്കളുടെ മധ്യത്തിൽ ജ്യോതിർലിംഗമായിട്ട് ആവിർഭവിച്ചു. മഹാജ്യോതിസായിട്ട് ഭഗവാൻ പ്രത്യക്ഷീഭവിച്ചു. അങ്ങനെ അന്ന് ഈ ദേവവൃന്ദങ്ങൾ യുദ്ധം ചെയ്ത സ്ഥലം, ഭൂമിയിൽ ആ ജ്യോതിർലിംഗമായിട്ട് ആവിർഭവിച്ചത് എവിടെയാണെന്ന് ചോദിച്ചാൽ ഇങ്ങ് ദക്ഷിണ ഭാരതത്തിലെ തമിഴ്നാടിലെ അരുണാചലം എന്ന് പറയുന്ന ദേശത്താണ്. അതിനെ പറയും ശിവപുരാണത്തിൽ. അരുണാചലം എന്ന ഇടത്താണ് ഭഗവാൻ എന്ത് ചെയ്തത്? ആവിർഭവിച്ചത്. മനസ്സിലാകും, നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും രമണ മഹർഷിയെക്കുറിച്ചൊക്കെ. അപ്പോൾ അവിടെയുള്ള അരുണാചലേശ്വരൻ എന്ന പേരിൽ ഇന്നും ഒരു ശിവക്ഷേത്രം പ്രസിദ്ധമായിട്ട് ഉണ്ട്. അവിടെയാണ് ഭഗവാൻ ജ്യോതിർലിംഗമായിട്ട് ആവിർഭവിച്ചത്. ആവിർഭവിച്ച ഉടനെ തന്നെ ഈ ബ്രഹ്മാവിഷ്ണുക്കൾ തമ്മിലുള്ള കലഹം, യുദ്ധം കാലങ്ങളായിട്ട് നടക്കുന്നു. അതിന് പരിഹാരം എന്നോണമാണ് ആവിർഭവിച്ചത്. ഈ ജ്യോതിർലിംഗത്തിൻ്റെ അറ്റം ആരാണോ കണ്ടെത്തുന്നത് അവൻ ശ്രേഷ്ഠൻ എന്ന് വ്യവസ്ഥ. അങ്ങനെ ജ്യോതിർലിംഗത്തിൻ്റെ അറ്റം കണ്ടെത്തുന്നതിന് വേണ്ടി പുറപ്പെടുകയാണ് ബ്രഹ്മാവിഷ്ണുക്കൾ. തുടർന്ന് എന്തൊക്കെയുണ്ട് എന്നുള്ളതൊക്കെ നമുക്ക് പ്രഭാഷണത്തിലൊക്കെ നോക്കാം. എന്തായാലും ശരി തന്നെ. ആ 7-ാം അധ്യായമാണ് പാരായണം, ഭഗവാന്റെ ജ്യോതിർലിംഗ പ്രാദുർഭാവം. അന്ന് ഭഗവാൻ ആദ്യമായി ജ്യോതിർലിംഗമായിട്ട് പ്രപഞ്ചത്തിൽ അവതാരം ചെയ്ത ദിവസമാണ് ധനുമാസത്തിലെ തിരുവാതിര നക്ഷത്രം. അതുകൊണ്ടാണ് ഭഗവാന്റെ നാളായിട്ട് എന്ത് കൂട്ടുന്നത്? തിരുവാതിര നക്ഷത്രമായിട്ട് ഗണിക്കുന്നത്. അല്ലാതെ ശിവൻ ജനിച്ച ദിവസമൊന്നുമല്ല കേട്ടോ. ശിവൻ പ്രപഞ്ചത്തിൽ ജ്യോതിർലിംഗ രൂപത്തിൽ പ്രകടമായ ദിവസമാണ്. അല്ലാതെ ജഗത്പിതാവായ ഭഗവാന് ഒരു നാളും തിഥിയൊന്നും ഇല്ല.
ഭഗവാൻ ആദ്യമായിട്ട് ദേവവൃന്ദങ്ങൾക്ക് മുമ്പിൽ പ്രകടമായത്, ഒരു രൂപത്തിൽ പ്രകടമായത് അന്നത്തെ ദിവസമാണ്. സ്പഷ്ടമാകുന്നു. നിന്നെ ഇളംകുളം ശ്രീ മഹാദേവന് ഞങ്ങളുടെ അനന്തകോടി പ്രണാമം.